ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർഷയുടെയും സുശീലയുടെയും അനുപമയുടെയും സംസാരം ഇങ്ങനെ വിനയൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അർഷയോട് പറയണം, മര്യാദയ്ക്ക് ഇനി ഈ റൂമിൽ നിന്നും പുറത്ത് പോയെന്ന് പറയുമ്പോൾ ആ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കില്ല കേട്ടോ. അങ്ങനെ വീണ്ടും പറയാണ്, അർഷ ഞാൻ നിന്നോട് പറഞ്ഞു എൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ, നീ മര്യാദയ്ക്ക് പോയെന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദ്യം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ രവിയേട്ടനുമായി നിനക്ക് എന്താ ബന്ധം? ആഹാ, അത് കൊള്ളാലോ. നീ എൻ്റെ ഭർത്താവുമായി ബന്ധം കൂടിയതും പോരാ, പിന്നെ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നോ? എന്നാൽ എൻ്റെ ഭർത്താവ് എന്ന മനുഷ്യൻ നിന്നോട് ബന്ധം കൂടിയത് തെറ്റായിപ്പോയി എന്ന കുറ്റബോധം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? നിന്നെ ഒഴിവാക്കി എൻ്റെ അടുത്തോട്ട് തന്നെ അദ്ദേഹം വന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അത് കേട്ട് നിൽക്കാൻ അവിടെ ഹർഷയ്ക്ക് കഴിയില്ല കേട്ടോ. അങ്ങനെ ഹർഷ പറയണേ, നീ എന്താടി പറയുന്നത്? നിൻ്റെ അടുത്തൊക്കെ വന്നു എന്നോ? എന്നാൽ ഒരിക്കലും അത് നടക്കില്ല. ഞാൻ പിന്നെ നിന്നോട് ഒരു കാര്യം പറയാനും കൂടിയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ വിനയൻ കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അവിടെ വിനയൻ ജനൻ്റെ ഉള്ളിലൂടെയാണ് ഇത് കേൾക്കുന്നത്. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ സുശീല പറയുന്നുണ്ട്, ഇങ്ങനെ ഇത് ഞാൻ വിളിച്ചു വരുത്തിയതാണ്, ഇത് എൻ്റെ മകൻ്റെ വീടാണ്, ഇവിടെ നീ അധികാരം സ്ഥാപിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇവളെ പോലെ വൃത്തികെട്ടവളെയൊക്കെ നിങ്ങൾ വിളിച്ചു വരുത്തും, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഗുണം അതാണല്ലോ. അപ്പോൾ ഇതേ സമയം ഹർഷ പറയണേ, ആൻറ്റി എനിക്ക് വേണ്ടി ആൻറ്റി സംസാരിക്കണം, ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, ഞാൻ ഇവളോട് ഒരു കാര്യം പറയാനാണ് വന്നത്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇന്ദ്രൻ എൻ്റേതാണ് എന്ന് പറയുമ്പോൾ അവിടെ അനുപമക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ എൻ്റെ കൈയിൻ്റെ ചൂടറിയും. നീ എങ്ങനെ പ്രതികരിച്ചാലും എനിക്ക് കുഴപ്പമില്ലടി. നിന്നോട് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? നീ എൻ്റെ ഭർത്താവിനെ അങ്ങ് എടുത്തോ, നിൻ്റെ ഭർത്താവിനെ എനിക്കങ്ങ് തന്നോ. കാരണം തമ്മിൽ ഇഷ്ടമുള്ളവരല്ലേ ചേരേണ്ടത്. എൻ്റെ ഭർത്താവുമായി നിനക്ക് ചെങ്ങാത്തമുണ്ടെങ്കിൽ ഒളിച്ചും പാത്തും നീ അത് നടത്തണ്ട. നീ എൻ്റെ ഭർത്താവിനെ അങ്ങ് എടുത്തിട്ട് നിൻ്റെ ഭർത്താവിനെ എനിക്കങ്ങ് തന്നേക്കെ എന്ന് പറയുമ്പോൾ, എടി എന്താടി എരണം കെട്ടവളെ നീ വിചാരിച്ചിരിക്കുന്നത്? വായിൽ തോന്നിയത് എന്നോട് പറയാമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാരണം നോക്കി അർഷയുടെ ഒന്ന് കൊടുക്കട്ടോ. ഇതേ സമയം വിനയൻ അത് കൊള്ളാം എന്ന് തന്നെ വിനയൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനയൻ ഇതാരും അറിയാതെ ഉള്ളിലൂടെ ഇതിങ്ങനെ വീഡിയോ എടുക്കണം. കാരണം ഇത് അത്യാവശ്യമാണെന്ന് വിനയന് തോന്നണം. അങ്ങനെ വിനയൻ വീഡിയോ ആക്കി എടുക്കണം. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ സുശീല പറയുന്നുണ്ട്, എന്താടി നീ കാണിച്ചത്? ഞാൻ വിളിച്ചു വരുത്തിയ എൻ്റെ അതിഥിയെ നീ അപമാനിക്കുന്നു. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട. ഇത്രയും വൃത്തികെട്ട ഒരുമ്പെട്ടവളെ, ഇങ്ങനെ വായിൽ തോന്നി വിളിച്ചു പറയുന്നവളെയൊക്കെ നിങ്ങൾ ഈ വീട്ടിൽ നിർത്തുന്നത് നിങ്ങളെപ്പോലെ ഒരു സ്ത്രീക്ക് കഴിയുള്ളൂ. സ്വന്തം മകനെ ഒരു പേരക്കുട്ടി, സ്വന്തം മകനൊരു കുഞ്ഞുണ്ടായിട്ടും നിങ്ങൾക്കൊരു പേരക്കുട്ടി ഉണ്ടായിട്ടും ഇവൾ പറയുന്ന തോന്നിവാസം കേട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിനൊക്കെ ചിലക്കാൻ കഴിയുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അവിടെ സുശീല പറയാണ്, നിന്നൊക്കെ കൊള്ളാടി ഹർഷ എന്ന് പറയട്ടോ. ഇതേ സമയം ഹർഷ പറയണേ, നീ എന്നെ എത്ര അടിച്ചാലും ശരി, ഇന്ദ്രൻ എൻ്റേതാണ്, ഇന്ദ്രനെ ഞാൻ എടുക്കും, ഇന്ദ്രൻ എൻ്റേത് തന്നെയാണ് എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ ഇങ്ങനെ ഹർഷയോട് ദേഷ്യപ്പെട്ടൊരു അനുഭവം പറയണേ, ഇനി നീ ഒന്ന് ശബ്ദിച്ചു നോക്ക്, പിന്നെ നിൻ്റെ പല്ല് ഞാൻ താഴത്തോട്ട് അടിച്ചിടുമെന്ന് പറയട്ടോ. ഇത് കേട്ടോടുന്നതിന് ഞാൻ പറയുന്നു, എൻ്റെ ഭർത്താവിനെ നീ എടുത്തോടി, ഒളിച്ചും പാത്തും നീ എൻ്റെ ഭർത്താവിനുമായി രഹസ്യം കൂടുന്നതിനേക്കാൾ നല്ലത് നീ എൻ്റെ ഭർത്താവിനെ എടുത്തോ. നിൻ്റെ ഭർത്താവിനെ ഞാൻ എടുത്തോളാം, എനിക്കിഷ്ടം അയാളാണ് കാരണം ഇഷ്ടപ്പെട്ടവരല്ലേ ജീവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ വീണ്ടും സുശീല ഇതിലിടപെടുന്നുണ്ട്, നടുവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ദേഷ്യം പിടിച്ചിട്ട് അനുഭവം എന്ത് ചെയ്യുന്നു? കാരണം നോക്കിയിട്ട് അർഷയുടെ മുഖത്തങ്ങ് അടിക്കുമ്പോൾ ഇവിടെ ആ അടി ഹർഷ അങ്ങ് താഴുന്നതിനോടുകൂടി, മനഃപൂർവ്വം താഴുന്നതിനോടുകൂടി ആ അടി ചെന്ന് വീഴുന്നത് സുശീലയുടെ കരണത്തായിരിക്കും കേട്ടോ. നല്ല ഒന്നൊന്നര അടി തന്നെ സുശീലയുടെ കരണത്ത് വീഴാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അനുപമയുടെ കയ്യിൽ നിന്നും സുശീലയ്ക്ക് അടി വീഴുമ്പോൾ സുശീലയ്ക്ക് വേദന സഹിക്കാതെ അയ്യോ എൻ്റെ കരണം പോയേ എന്നും പറഞ്ഞ് സുശീല മുഖം പൊത്തിപ്പിടിക്കുമ്പോൾ, എടി സ്വന്തം അമ്മായിമ്മയെ അടിച്ച് ആരെങ്കിലും ഉണ്ടാവൂടി, നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവൾ എന്ന് പറയുമ്പോൾ അവിടെ സുശീലയോട് പറയുന്നുണ്ട്, അമ്മയല്ല അടിച്ച, അമ്മ ഇതിൽ ഇടപെട്ട, വേണ്ടിട്ട് നീ എന്നെ തന്നെ അടിച്ചത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് സുശീല ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ അനുപമ അവിടെ നിന്നും ഇറങ്ങാനുള്ള തീരുമാനം എടുക്കണം കേട്ടോ. അനുപമ പറയാണ്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാണ്. ഇതേ സമയം നീ അങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതിൻ്റെ തീരുമാനം ഞാൻ എടുത്തു തരാം, എൻ്റെ മകനെ ഞാൻ വിളിച്ചു പറയട്ടെ, സ്വന്തം അമ്മയെ അടിച്ചവളാണ്, ഇനി എന്തായാലും ഞാൻ ഇത് വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് സുശീല ഒച്ചയും വെള്ളം എടുക്കുമ്പോൾ വിനയം പറയാണ്, ആൻറ്റി ഇത് ആൻറ്റിക്ക് കിട്ടേണ്ടത് തന്നെ, ഇത് ആൻറ്റി ചോദിച്ചു വാങ്ങിയതാണ്, സ്വന്തം മകന് അവിഹിതം എന്ന് പറയാം, അവിഹിതം ഉണ്ടായിട്ട് അത് കൂട്ടിക്കൊടുക്കുന്ന ഒരമ്മ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ വായ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ നിൽക്കേണ്ട, ഞാൻ എല്ലാം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനുപമയും കൂടി ആസിൻ്റെ വീട്ടിലോട്ട് പോകണം കേട്ടോ.
അങ്ങനെ ദാസിൻ്റെ വീട്ടിലെത്താണ്. എന്നാൽ സുശീലയാണെങ്കിലോ ഈ അടി കിട്ടുമ്പോൾ ആൻറ്റിക്ക് നല്ല വേദനയായോ എന്നൊക്കെ ഇങ്ങനെ അർഷ ചോദിക്കുമ്പോൾ ഇതൊരു കണക്കിന് നന്നായി അർഷ, നിനക്ക് കിട്ടേണ്ട അടി എൻ്റെ കരണത്ത് വീണത് കൊണ്ട് തന്നെ ഇതിമേ കയറി എനിക്ക് പിടിച്ചു തൂങ്ങാം. ഇനി എൻ്റെ മകൻ എന്തായാലും ഇതിൻ്റെ പേരിൽ അവളെ ഒഴിവാക്കത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ അർഷയും പറയുന്നത് ശരിയാണ് ആൻറ്റി, വേദനിച്ചെങ്കിലും കൂടി ഇത് നല്ലൊരു കളി തന്നെയാണ്. ഇനി അനുപമ എന്ന സ്ത്രീ എൻ്റെ മകൻ്റെ നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുശീലക്ക് ഒരുപാട് സന്തോഷമാവാണ്. പറയാൻ വാക്കുകളില്ലാതെ സുശീല അവിടെ നിന്നും ഇറങ്ങാനിട്ടാ. ഈ സമയം സുശീല നേരെ പോകുന്നത് സത്യൻ്റെ അടുത്തോട്ടാണ്. അങ്ങനെ സത്യനും ഭാനുമയൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഉടൻ തന്നെ ഈ ഭാനുമയുടെ അടുത്തോട്ട് പോയിട്ട് കുഞ്ഞിനെ മേടിച്ചും കൊണ്ടിട്ട് അനുപമ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനുപമ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സത്യനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സോനയോട് പറയുന്നുണ്ട്. അപ്പോൾ സോന പറയുന്ന ഈശ്വര സുശീല രണ്ടും ഇറങ്ങി പുറപ്പെട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഇന്ദ്രൻ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അനു നിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ കാര്യം ഞാൻ അമ്മയെ അടിച്ചതല്ല, അർഷയെ അടിച്ചതാണ്. പക്ഷെ അർഷ അത് അവിടെ കളിച്ചത് കൊണ്ട് തന്നെ അർഷയുടെ കരണത്ത് വീഴേണ്ട അടി അവളെൻ്റെ ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറഞ്ഞു പോയി, ഏതൊരു പെണ്ണിനും കേട്ട് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അവളെ അടിച്ചു എന്നുള്ളത് സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുഭവം അവിടെ നിന്ന് പോയിരിക്കുന്നു. എന്നാൽ ഈ സമയം സുശീലയാണെങ്കിൽ അവിടെ എത്തുകയാണ്. അപ്പോൾ സുശീല പറയാണ്, എന്നെ അടിച്ച അവൾ ഇനി ഇന്ദ്രൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഇനി രണ്ടാലൊന്നേ ഉള്ളൂ, അത് തീരുമാനിച്ചിട്ട് തന്നെ കാര്യമുള്ള ഇന്ദ്രൻ എത്തട്ടെ എന്ന് പറയുമ്പോൾ ഇവരാകെ പ്രതിസന്ധിയിലാണ് കേട്ടോ. കാരണം ഉറഞ്ഞു തുള്ളി വർത്താനം പറയുന്ന സ്വഭാവമാണല്ലോ സുശീലയുടേത്. അപ്പോൾ ഉടൻ തന്നെ സുശീലയോട് സത്യം പറയുന്നുണ്ട്, അമ്മ എന്തിന് ഹർഷയെ അവിടെ കൊണ്ടുവന്നു? അതൊരു തെറ്റ് തന്നെയല്ലേ? ഹർഷയെ ഇന്ദ്രേട്ടനും അനുചേച്ചിയും താമസിക്കുന്ന വീട്ടിലോട്ട് അമ്മക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ആഹാ, സ്വന്തം മകനെ ഇങ്ങനെ ഒരു ചോദ്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എൻ്റെ മക്കളൊക്കെ ഇങ്ങനെയാണല്ലോ, സ്വന്തം അമ്മയെ ഒരുത്തി അടിച്ചിട്ട് പോലും അത് ചോദ്യം ചെയ്യാൻ നിൽക്കാൻ കഴിയാതെ ഇപ്പോഴും അവൾക്ക് വേണ്ടി കുടപിടിക്കുന്നവനല്ലടാ നീ എന്തൊരു മകനാടാ നീ എന്നൊക്കെ പറഞ്ഞ് ചൂടാകുമ്പോൾ ഹർഷ അവിടെ വന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ ഹർഷ പറഞ്ഞ വാക്ക് കേട്ടിട്ട് അമ്മ ഹർഷയെ തല്ലാത്തതിൽ അനുചേച്ചിയുടെ കയ്യിൽ നിന്നും യാദൃശികമായാണ് അമ്മക്ക് അടി വീണതെങ്കിലും കൂടി അത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഭാനുമയും പറയാം, അത് പിന്നെ തെറ്റൊന്നുമില്ല സുശീലെ, അത് അത്യാവശ്യം തന്നെ ആയിരുന്നു. നിങ്ങളെല്ലാവരും എന്നെയല്ലേ കുറ്റപ്പെടുത്തുള്ളൂ, എന്നാൽ എനിക്ക് എൻ്റെ മകൻ വരട്ടെ, എൻ്റെ മകൻ വന്നിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് സുശീല പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ദാസ് വന്നിരിക്കുകയാണ്. അങ്ങനെ ദാസിൻ്റെ അവിടെ അനുപമ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ മോളെ അത് ചെയ്തത് വലിയൊരു കടുങ്കൈ തന്നെയാണല്ലോ, യാദൃശികമായി അടിച്ചെങ്കിൽ ഇന്ദ്രൻ്റെ അമ്മയല്ലേ അവരെന്ന് പറയുമ്പോൾ ആയിരിക്കാം അവരുടെ വായിൽ തോന്നിയുള്ള വാക്കുകൾ വിളിച്ചു പറഞ്ഞു കേട്ട് എനിക്കിനി ആ വീട്ടിൽ നിൽക്കാൻ ഒരിക്കലും കഴിയില്ല. ഒന്നെങ്കിൽ ഇന്ദ്രേട്ടൻ വന്നാൽ എന്നെ വേണ്ടെന്ന് വെക്കുമായിരിക്കും, പക്ഷേ അല്ലെങ്കിൽ അവരോട് എനിക്ക് മാപ്പ് പറയേണ്ടി വന്നേക്കും. പക്ഷേ മാപ്പ് പറയുകയാണെങ്കിൽ പിന്നെ ഇന്ദ്രേട്ടൻ്റെ ഭാര്യയായി എനിക്കൊരു ജീവിതമില്ല. അവരോട് എനിക്ക് മാപ്പ് പറയേണ്ട അവസ്ഥ വന്നെങ്കിൽ ഞാൻ ഇനി അവരുമായി അവരുടെ മരുമകളായോ അവരുടെ മകൻ്റെ ഭാര്യയായോ ഇനി ഞാൻ ജീവിക്കില്ലെന്ന തീരുമാനം അവിടെ അനുപമ എടുക്കുകയാണ് കേട്ടോ. കാരണം ഒരിക്കലും ഒരമ്മയും കേട്ടു നിൽക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഭർത്താക്കന്മാരെ തമ്മിൽ അങ്ങ് മാറിക്കോ എന്ന് പറയുന്നതിന് തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി കഥകളാകെ മാറി മറിയാണ്. ഇനി ഇന്ദ്രൻ എത്തുകയാണ്. ഇന്ദ്രൻ പ്രതിസന്ധിയിലാവുമ്പോൾ ഇന്ദ്രൻ അമ്മയെ തള്ളി പറയുമില്ല എന്ന വിശ്വാസത്തോടു കൂടി സുശീല നിൽക്കുന്നു. പക്ഷേ വരാനിരിക്കുന്നത് അങ്ങനെയൊന്നും ആവില്ല. എന്തായാലും സുശീലയ്ക്ക് നല്ല ഉഗ്രൻ പണി തന്നെയാണ് ഇനി ഇന്ദ്രനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ കഥയ്ക്ക് ഒരു ത്രില്ലൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ.